ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ബോഗൺവില്ല പൂക്കണ ഒരു സമയമാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു 5-8 മാസം എവിടെ നോക്കിയാലും നമ്മൾ ബോഗൺവില്ല പൂക്കൾ മാത്രം കാണുള്ളൂ. അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ പൂത്ത് നിൽക്കണ ബോഗൺവില്ലിന് കേട്ടോ. ഇതുപോലെ പൂക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. കണ്ട ഇല കാണാണ്ട് ഇതുപോലെ പൂത്ത് നിൽക്കണമെങ്കിൽ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ഒന്നാമത്തെ കാര്യം, ഇതുപോലെ പൂക്കണമെങ്കിൽ നല്ല സൂര്യപ്രകാശമുള്ള ഒരു സ്ഥലത്ത് വേണം നമ്മൾ ബോഗൺവില്ല ചെടി നട്ടുപിടിപ്പിക്കാനായിട്ട്. ഒരു 6 തൊട്ട് 8 മണിക്കൂർ വരെ നേരിട്ടുള്ള സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്താണ് നട്ടതെന്ന് വെച്ചാൽ ഇതുപോലെ നിറയെ പൂക്കൾ അതിലെപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് പ്രൂണിങ്. പൂടുന്ന സമയമാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് 8-9 മാസം ബോഗൺവില്ലരെ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അപ്പം എൻ്റെ ഈ ബോഗൺവില്ലയൊക്കെ നമുക്കൊന്ന് പ്രൂൺ ചെയ്ത് വളമിട്ട് കൊടുക്കണം. ഇതൊക്കെ ഒന്ന് നന്നായി പ്രൂൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇലയൊക്കെ കൊഴിഞ്ഞ് നിൽക്കുന്നു. കൊമ്പുകൾ ഞാനിപ്പോൾ ഇതൊക്കെ നന്നായി താഴ്ത്തി ഒന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ കമ്പുകളും മുറിച്ച് മാറ്റാം. നമ്മൾ വെട്ടുമ്പോഴേ മുള്ള് നന്നായി ശ്രദ്ധിക്കണം. ഇതിൻ്റെ മുള്ള് കൊണ്ട് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. കണ്ട ഇതിൻ്റെ മുള്ള് എന്ത് വലിയ മുള്ളെന്ന് നോക്കി. ഈ ബോഗൺവില്ലയിലേ കുറച്ചൊക്കെ നാടൻ വെറൈറ്റി ഉണ്ട്, അധികം ഹൈബ്രിഡ്. ഓക്കെ, ഇതിൻ്റെ കമ്പുകൾ എത്ര വലുതാണെന്ന് നോക്കി. കുറേ ദിവസമായി ഇത് വെട്ടി ഇതാക്കാൻ മടിയായിട്ടുണ്ടെങ്കിൽ ഇവിടെ രാവിലെ തന്നെ നല്ല വെയിൽ വരും ടെറസിൻ്റെ മേലെ. ഇതൊക്കെ ഹൈബ്രിഡ് വെറൈറ്റി കേട്ടാ, ചെറിയ കൊമ്പുകളുള്ളത്. കട്ടയിലൊക്കെ കഴിഞ്ഞു, പ്രൂൺ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ചട്ടീനെയൊക്കെ ഒന്ന് ഇവിടുന്ന് താഴേക്ക് ഇറക്കി വെക്കണം. ഇവിടെ വെച്ച കടക്കിട്ട് മുള്ള് ഡ്രസ്സൊക്കെ കീറും. അയ്യോ, മുള്ളു കുത്തിക്കൊള്ളുന്നു പക്കിയിലൊക്കെ. കുത്തിട്ടിയാ സൂക്ഷിച്ചാട്ടാ, നല്ല കുത്തിട്ടുണ്ട്. ദേ ഇവിടെ ചെറുനാരകം ഉണ്ട്. ഇതും മോശമൊന്നുമില്ല കുത്ത് കിട്ടാനായിട്ട്. ആ മുളകൊന്നും ഇങ്ങോട്ട് വെച്ചു. ഓ, കുത്ത് അങ്ങടും ഇങ്ങടും തിരിഞ്ഞൂടാ കുത്ത്. ഏത് സൈഡിൽ തിരിഞ്ഞാലും ഞങ്ങൾക്ക് നല്ല ഇഞ്ചക്ഷൻ സൂചി വെച്ചിരുന്നുണ്ട്. ഓ, നീറിന് കുത്തുകൂട്ടി കൊടുക്കാം. മുളകുണ്ടായില്ല തല്ലിട്ട് ഇതിൻ്റെ കടയൊക്കെ ഇളക്കി വെള്ളമിടണം നമുക്ക്. എന്നാലും ഇതിന് നിറയെ പൂക്കുള്ളൂ. അപ്പം തളിര് വന്നു തുടങ്ങി. ഞാനേ പ്രൂൺ ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി. മുള്ളായോണ്ട് നന്നായി ശ്രദ്ധിക്കണം നമ്മൾ. കട്ട് ചെയ്യുമ്പോഴേ പ്രൂൺ ചെയ്യുമ്പോഴും നീറണ് കയ്യൊക്കെ കുത്തു കെട്ടിയിട്ട്. ചെടി കാണാൻ ഭംഗിൻ്റെ, പൂവ് കാണാൻ ഭംഗിൻ്റെ ഒക്കെ ശരിയാണ്. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയായി ഇത് എത്തിച്ചിട്ട് പോവാ. കുത്ത് കിട്ടണ കാരണം ഇതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കിയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇതിൽ ഒരുപാട് കളകൾ മുളച്ചുണ്ട്, അതൊക്കെ പറിച്ചു കളയണം. എന്നിട്ട് വേണം മണ്ണിളക്കണമെങ്കിൽ. ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴേ അതിൽ നിന്ന് കുറേ പുല്ല് മുളയ്ക്കും. ചാണകത്തിൽ നിന്നൊക്കെ കണ്ട എന്തോരം പുല്ലുണ്ട്.
ഇതൊക്കെ പറിച്ച് മാറ്റിയിട്ട് വേണം മണ്ണിളക്കി വളരണം. ഇവിടെ ടെറസിൻ്റെ മേലെ കാരണം ഭയങ്കര വെയിലാണ്. കുറച്ച് പോകണ്ടില്ല താഴെയുണ്ട്, അത് കാണിക്കാൻ ഞാൻ ഇതിൽ കൂടെ എല്ലാതും മേലെ വെക്കാനേ സ്ഥലമില്ല, അപ്പം കുറച്ച് താഴെ വെച്ചു. അപ്പം ഇപ്പോൾ പോകണില്ല പൂവിടേണ്ട സമയമായി തുടങ്ങി. ഒരു 8 മാസത്തോളം തുടർച്ചയായി ഇതിൽ പൂക്കളുണ്ടാവും. നല്ല വെറൈറ്റി എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ പൂ വരും. നാടൻ വെറൈറ്റി കുഴപ്പമൊന്നുമില്ല. നാടൻ വെറൈറ്റിയുടെ ഇതെന്താ ദോഷം എന്താണെന്ന് വെച്ചാൽ വലിയ കമ്പുകളായി ഉയരത്തിൽ പോവും. അപ്പം അത് ഉയരത്തിൽ പോയിട്ട് പൂക്കും. അപ്പം നമ്മൾ വെട്ടി വെട്ടി നിർത്തിയാൽ കുഴപ്പമൊന്നുമില്ല. അറകിയ പുല്ലാണ് ഇതിലൊക്കെ. ഈ മഷിത്തണ്ട് പോലത്തെ പുല്ലാണ് മുളച്ചിട്ടുള്ളത്. മഷിത്തണ്ട് ഇനി ഇന്ന് തോന്നുന്നുണ്ട്. ഇത് കണ്ട മിനി എത്തിയുണ്ട് കേട്ടാ. മിനിയുടെ കൈവേദനയൊക്കെ മാറി. ഇന്നത്തെ വീഡിയോയിൽ എന്നെ സഹായിക്കാൻ മിനി മാറിയിട്ടില്ല. കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ചെയ്യാൻ കൈയിറക്കാണ്ട് പതുക്കെ ചെയ്താൽ മതി. ഇതെങ്കിലും പറിച്ചെടുക്കായിരുന്നു. ഇതേ പിന്നെ നട കണ്ട പഴ്സിലാക്കാന്ന് പറയുന്ന ചെടീനിത് മഞ്ഞ. ഇത് ഇതിൽ തനിയെ മുളച്ചതെന്ന് കേട്ടാ നമ്മൾ നട്ടതൊന്നല്ല. പോകണ്ടില്ല. ഇത് എന്തൊരു വലിയ കടിയിൽ നോക്കി. വേറൊരു ചട്ടിയിൽ വെച്ചെടുക്കാം. ഇതിനും നല്ല വെയിലുണ്ടെങ്കിൽ നിറയെ പൂക്കളുണ്ട്. എല്ലാം മുളച്ചതായ കാരണം നമ്മൾ വളർത്ത് നോക്കി ഇതുപോലെ വരില്ല. ബോഗൺവില്ലേരെ കടയൊക്കെ നന്നായി ഇളക്കി വെച്ചിട്ടുണ്ട്. പുല്ലൊക്കെ പറിച്ച് കളഞ്ഞ കടയിൽ നിന്ന് കണ്ട എങ്ങനെയിന്ന്. ടെറസിൻ്റെ മേലെ ആയതുകൊണ്ടേ നല്ല വെയിലാണ് ഇതിന്. ബോഗൺവില്ലയ്ക്ക് നന്നായി പൂടും ഇതിൽ. കഴിഞ്ഞാ മിനിയെ എല്ലാതും ഇങ്ങോട്ട് നീക്കി വയ്ക്കൂ വള്ളമിടാനായിട്ട്. അല്ലാതോ അടുപ്പിച്ച് വെച്ച വള്ളമിടാൻ സുഖമല്ല. അതും കൂടി എടുക്ക്. ഇനി ഞങ്ങൾ വള്ളമായിട്ട് ഇട്ടുകൊടുക്കാൻ പോകുന്നത് NPK ആണ് കേട്ടാ. NPK നമ്മൾ ഇതുകൊണ്ട് ഓരോ സ്പൂണിന് ഇട്ട് കൊടുക്കുന്നത് കണ്ട. NPK 19 വളം ഇട്ട് കൊടുക്കാൻ പോണത്. എല്ലാത്തിനും ഇട്ടു. എല്ലാത്തിനും ഓരോ സ്പൂൺ വളം ഇട്ട് കഴിഞ്ഞാൽ നനയ്ക്കാം. എല്ലാം ഇളക്കല് കഴിഞ്ഞ കഴിഞ്ഞു അല്ലേ. വള്ളട്ടരി കഴിഞ്ഞു. വള്ളട്ടരി കഴിഞ്ഞു. ഇനി നമുക്കൊന്നും ഇതിന് വെള്ളം നനച്ചു കൊടുക്കാം. പക്ഷെ ഞാനൊരു ദിവസം മണ്ണുത്തിയിൽ നഴ്സറിയിൽ പോയപ്പോഴേ നട്ടുച്ചയ്ക്ക് ഒരു 12:30-1 മണി നേരത്തുണ്ട് ബോഗൺവില്ലയ്ക്ക് നനയ്ക്കി. അപ്പം ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, ഈ നേരത്ത് വെള്ളം നനയ്ക്കുമെന്ന് ചോദിച്ചേ ചെടിക്ക്. അപ്പോൾ എന്നോട് പറഞ്ഞ മറുപടി എന്തൊട്ടുണ്ടാ, വിശക്കുമ്പോഴാണ് നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ടത്. അപ്പം നല്ല 12:30-1 മണി നേരത്ത് അവർ വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് നിൽക്കണ നേരത്താണ് ഞാൻ എൻ്റെ ചെടിക്ക് നനയ്ക്കാറ്. അപ്പം നമുക്ക് നട്ടുച്ചയ്ക്ക് നനയ്ക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സാധാരണ നമ്മളെല്ലാവരും വൈകിട്ട് അല്ലെങ്കിൽ രാവിലെ ചെടിക്ക് നനയ്ക്കും. നട്ടുച്ചയ്ക്ക് നനയ്ക്കുന്ന ആൾക്കാർ വളരെ കുറവുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഉച്ചയ്ക്ക് ഇതിന് വെള്ളം നിർത്തുന്നത്. വളട്ട തന്നെ അപ്പം വെള്ളം നിർത്തും. NPK വളം ഇട്ട കാരണമാണ് കേട്ടാ നമ്മളിപ്പോൾ ഇതിന് നനയ്ക്കുന്നത്.
ഇത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ നന്നായി തളിര് വന്ന് നിറയെ പൂക്കും. ടെറസിൻ്റെ മേലിൻ്റായ ചെടിച്ചട്ടിയൊക്കെ ഞങ്ങളിതേ താഴേക്ക് ഇറക്കിയിട്ടാ. എല്ലാ ചെടിച്ചട്ടിയും താഴെ ഇറക്കി. നമ്മൾ വെട്ടി വളമിട്ട് വെച്ചിരുന്ന ചെടിച്ചട്ടിയില്ലേ, അതൊക്കെ താഴേക്ക് ഇറക്കി. ഇതിനി താഴെ സെറ്റ് ചെയ്യണം. താഴെ കുറച്ച് ബോഗൺവില്ലുണ്ട്. നായ്ക്കുടീൻ്റെ മേലിരിക്കുന്ന ബോഗൺവില്ലിന് കേട്ടോ അത്. ഇതിനും വളമിടണം. ആദ്യം നമുക്ക് ഇതിനൊക്കെ വളമിട്ട് കൊടുക്കണം. എന്നിട്ട് വേണം മേലെന്ന് കൊണ്ടുവന്ന ബോഗൺവില്ലയുടെ ചട്ടി ഇത് മൽക്കി കയറ്റണമെങ്കിൽ. കയറട്ടാ. കയറാണ്ട് എനിക്കും എത്തൂല. ഞങ്ങൾ രണ്ടാളും ചെറിയ ആൾക്കാരാണ്. ഞങ്ങളുടെ ഇതൊക്കെ ഇതുമല്ലിന്, പണികളൊക്കെ ഇതുമല്ലിന്. ഇതിന്റെ മേലേക്ക് ഇപ്പൊ ഒരുവിധം ആൾക്കാർക്കൊന്നും എത്തൂല. അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ചട്ടി കയറ്റിക്കണം. എത്തൂല, ഇറങ്ങിയിട്ട് വേണം. അപ്പം എന്തൊക്കെ കഷ്ടപ്പാടാണ് ഞങ്ങളുടെ ഒരു കാര്യം. മിനിക്ക് കയറി ഞാൻ തരാം. അതിലേക്ക് ഞാൻ തരം എടുത്തു. അപ്പോൾ ഇടാൻ കുഴപ്പമില്ല. എത്ര പുല്ലുകളൊക്കെ പറിക്കണം. പുല്ല് ഇല്ലാത്തതിലിട്. പുല്ലൊക്കെ പറിക്കണം. ആ അതിലിട്ട നനയ്ക്കുമ്പോൾ ഇതിലുണ്ടാ, അപ്പുറത്തേലുണ്ടാ. ആ ചെരിച്ചിട്ടൊന്ന് പറക്കി, ചെരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് പറക്കി പിടിക്കണം. പുല്ല് പറിച്ച് താഴെ ഇടും. പുല്ലുണ്ടെങ്കിൽ ഈ ഇടണ വളം മുഴുവൻ പുല്ല് വലിച്ചെടുത്ത് പുല്ല് കാടാവും. ഇങ്ങട് ഒരാഴ്ച കഴിയുമ്പോൾ ബോഗൺവില്ലയ്ക്ക് കിട്ടൂല വളമൊന്നും. പോയാ മറ്റേനോ ഇതൊക്കെ ഹൈബ്രിഡ് ആണ് കേട്ടാ. ഇവിടെ ഇരിക്കുന്നതൊക്കെ ഇപ്പൊ താഴെ വെച്ചിരുന്നത്. അതില് 1-2 പോയി. നല്ല വെറൈറ്റി ഒക്കെ പോയി. മറ്റേ ചില്ലി റെഡ് പോയി. പിന്നെ അല്ല ഫ്ലെയിം ഓറഞ്ച് ഒന്നുണ്ട് പോയത്. ആ റൂബി റെഡ് പോയി. നല്ല വെറൈറ്റി ഒക്കെ പോയി. നല്ല കാശ് കൊടുത്ത് മേടിച്ചിട്ട്. ഹാങ്ങിങ്സ് ബോഗൺവില്ല നല്ല ഭംഗിന്. പക്ഷെ എൻ്റെ ഇല്ല കേട്ടാ ഹാങ്ങിങ്സ്. ഇടാൻ സ്ഥലമില്ല. ഹാങ്ങിങ്സ് ഇടണമെങ്കിൽ നല്ല വെയിൽ വേണം. എന്നാലും അത് നല്ല ഭംഗിയിൽ പൂത്ത് നിൽക്കുള്ളൂ. നമ്മൾ ഇത് വെയിലില്ലാത്ത സ്ഥലത്തൊക്കെ ഹാങ്ങിങ്സ് ആയിട്ട് ബോഗൺവില്ല ഇട്ട് കഴിഞ്ഞ ഒരു കാര്യമില്ല. അതിൽ പൂവ് ഉണ്ടാവില്ല. അപ്പം പിന്നെ അത് ഒരു ഭംഗിയില്ല കെടുക്കുന്നതാണ്. കഴിഞ്ഞ പിന്നെ അപ്പുറത്ത് അല്ലേ അതാ എത്തുവോ? മിനി തന്നെ മേലെ കയറി അടിക്കുന്നുണ്ട്, ക്ലീൻ ചെയ്യുന്നുണ്ട്. മുഴുവൻ നല്ല ഭംഗിയിൽ ഞങ്ങൾ ഒതുക്കണം. അങ്ങനെയല്ല, മറ്റേ കണ്ണിക്കടിക്കുന്ന വെയില്, പോണ വെയില്, പോക്ക് വെയില്. ആ സൂര്യൻ പോണ വെയിലുണ്ടല്ലോ, അത് മൂത്തിട്ടിരിക്കും. എന്ത് ആ കോണിയുടെ ചാരി വെക്കാം. വേണ്ട, ഇല്ലേ തരാ, ഞാനില്ലേ തരാ. നീ ഞങ്ങൾ ഓരോന്ന് മേലക്ക് കയറ്റട്ടെ.
ഇതിന്റെ പിന്നില് ഇതിന്റെ നടു 2 ചട്ടീന്റെ നടുവിലായിട്ട് അങ്ങനെ അങ്ങനെ കൊമ്പ് വലുതാവുന്നത് ഇതൊക്കെ ഭയങ്കര കയ്യങ്ങോട്ട് പൊങ്ങണില്ല ഇട്ടോണ്ട് ഇവിടെ എല്ലാതും കൂടി ഒന്നിച്ച് പൂത്ത് നിൽക്കുമ്പോ നല്ല ഭംഗിയില്ല. അയ്യോ ചെടി തല വീഴൂ. ഇനിയൊരു വലിയ കമ്പും കൂടി ഉണ്ട് കേട്ടോ അവിടെ. അതൊക്കെ ആ സൈഡിലേക്ക് വെച്ചോളാം. ചെറിയ അതായത് വലിയ കമ്പ് നാടനൊക്കെ അങ്ങോട്ട് നീക്കി വെക്കും. അയ്യത്തെത്തിക്ക് കുറച്ച് വളർന്നാലും കുഴപ്പമില്ല. അയ്യോ ചെടി മോനെ ഒമ്പതില്ല. ഇനി 2 എണ്ണല്ലോ അറ്റ ഇതിന്റെ നടുവിലറിഞ്ഞ വേണ്ട ഡേക്ക് വലിക്ക്. പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ തിരിച്ച് അതെ വിട് എല്ലാം ശരിക്കും കറക്റ്റ് ആക്കി വെക്കിട്ടാ. കൈ വയ്ക്ക്. പണിയെടുക്കണവരെ കയ്യൊക്കെ ഇങ്ങനെ ഇരിക്കണ്ട. കഴിഞ്ഞ അപ്പൊ ഞങ്ങളെല്ലാതും ദേ ഇപ്പൊ നായ്ക്കൂറിന്റെ മേലക്ക് കയറ്റി. മിനിമോള് ദേ അവിടെ നിക്കുന്നുണ്ട്. കാണിച്ചരാ മിനിമോളെ കാണുന്നുണ്ടോ മിനീനെ? ആ ഇല്ല കാണുന്നില്ല. സൂര്യപ്രകാശം എവിടാ? ആ നിക്കണ്. കണ്ടു ഇറങ്ങിക്ക. ഇനി താഴെ ഇനി സ്റ്റാൻഡ് വെച്ച് കൊടുക്കട്ടെ ഇറങ്ങാനായിട്ട്. മിനിക്ക് താഴേക്ക് ഇറക്കണ്ട ഇനി, അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ഇടുക. ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. പൂക്കളയും ചെടികളെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളായി ഇനിയും വരാം. എല്ലാവർക്കും ബൈ ബൈ.